ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ അവരുടെ പുതിയ കൂപ്പ SUV ആയ കർവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയ കർവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ആണ്. പിന്നെ നമ്മുടെ എല്ലാ കമ്പാരിസൺ പോലെ തന്നെ ഇവിടെയും നമ്മൾ നോക്കാൻ പോകുന്നത് കർവ് എടുക്കാനുള്ള ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മേലെയുള്ള കുറച്ച് പോയിന്റ്സും അതുപോലെ തന്നെ കർവിന് മേലെ ഗ്രാൻഡ് വിറ്റാര എടുക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ആണ്. നമുക്ക് എന്തായാലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കർവ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, കാരണം അതാണല്ലോ പുതിയ വാഹനം. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു ലോജിക്ക് ഉള്ളത്. കർവിൻ്റെ കേസിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു ഡിസൈനാണ്. നമുക്കൊരു കൂപ്പ ലൈക്ക് ഡിസൈൻ ഫിലോസഫിയിലാണ് ഈ വാഹനം വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ പൊതുവെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ബാക്കിയുള്ളത് സിട്രോയിൻ്റെ ബസാൾട്ടാണ്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ബാക്കി മെയിൻ സ്ട്രീം മാനുഫാക്ചറേഴ്സ് ഒന്നും ടാറ്റ അല്ലാതെ ഈ ഒരു സംഭവത്തിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മാരുതി സുസുക്കി ആയാലും ഹ്യുണ്ടായി ആയാലും മഹീന്ദ്ര ആയാലും, മഹീന്ദ്രയുടെ വണ്ടികൾ വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻസ് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ്, ലെങ്ത്ത്, അതുപോലെ വീൽ ബേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ് കൂടുതൽ. അത് ഞാൻ അവിടെ പറയാം. പക്ഷേ നമ്മളിപ്പം വിട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്രെറ്റയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കർവാണ് കൂടുതൽ വിട്ട് വരുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയേക്കാൾ 15 മില്ലിമീറ്റേഴ്സാണ് കർവിന് കൂടുതൽ വിട്ടുള്ളത്. അതായത് 1810 മില്ലിമീറ്റേഴ്സാണ് കർവിൻ്റെ വിട്ട്, ഗ്രാൻഡ് വിറ്റാരയുടെ 1795 ആണ്. ഇനി നമുക്ക് ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പം കർവിൽ എന്തൊക്കെയാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് എന്ന് നോക്കാം. അതിൽ എക്സ്റ്റീരിയറിൽ പറയുകയാണെങ്കിൽ ഒന്ന് ഫോഗ് ലൈറ്റ്സ് ആണ്. ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളും സ്കിപ്പ് ഔട്ട് ചെയ്ത് കളയുന്നൊരു സംഭവമാണ് ഫോഗ് ലൈറ്റ്സ്. പക്ഷേ കർവിൽ നമുക്ക് LED ഫോഗ് ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ കണക്റ്റഡ് DRLs ഉണ്ട്. അതിപ്പോൾ ഒരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്, അത് ഗ്രാൻഡ് വിറ്റാരയിലില്ല. DRLs മറ്റൊന്നകത്തുണ്ട് കേട്ടോ, കണക്റ്റഡ് അല്ല എന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് DRLs ഉള്ളതുകൊണ്ട് തന്നെ വെൽക്കം ഫംഗ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴേക്കും ലൈറ്റിങ്ങിന് ഡാൻസ് ഒക്കെ കളിക്കും, നല്ല രസമാണ് രാത്രിയൊക്കെ കാണാൻ. പിന്നെ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഗ്രാൻഡ് വിറ്റാരയിൽ മാക്സിമം സൈസ് വരുന്നത് 17 ഇഞ്ച് വരെ ഉള്ളൂ. അതിപ്പം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ലുക്ക് വൈസ് ഇത് കുറച്ചും കൂടെ വലുതായിട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ റൈഡ് ക്വാളിറ്റിയുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ 17 ഇഞ്ച് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഏറ്റവും ബെസ്റ്റ് റൈഡ് ക്വാളിറ്റി 16 ഇഞ്ച് ആണ്. ഇനി അടുത്തത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് മൊത്തം ഒരു ക്ലോസ് ഡോർ ഷേപ്പിലാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ അകത്തുനിന്ന് ഒരു സൈഡ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡോർ ഹാൻഡിൽ പുറത്തേക്ക് വലിച്ചെടുത്ത് വണ്ടി തുറക്കാം. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കാണാൻ അത്യാവശ്യം രസമാണ്. ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് കൺവെൻഷണൽ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണുള്ളത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 12.3 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കിട്ടുന്നത്. മറ്റേതിൻ്റെ അകത്ത് 9 ഇഞ്ച് വരെ സൈസ് വരുന്നുള്ളൂ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും വലുതാണ്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിൻ്റെ അകത്ത് വരുന്ന 10.25 ഇഞ്ചാണ്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ മാക്സിമം 7 ഇഞ്ച് വരെ കിട്ടുന്നുള്ളൂ. അതും ഹൈബ്രിഡിലാണ്. ഹൈബ്രിഡ് അല്ലെങ്കിൽ 4.5 ഇഞ്ചസിൻ്റെ ചെറിയ TFT ഡിസ്പ്ലേ ഉള്ളൂ. ഇനി അടുത്തതിൻ്റെ ഓഡിയോ സിസ്റ്റം ആണ്. നമുക്ക് ഇതിനകത്ത് JBL ട്യൂൺഡ് ആയിട്ടുള്ള 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് കിട്ടുന്നത്. 4 സ്പീക്കർ, 4 ട്വീറ്റർ, ഒരു സബ് വൂഫർ എന്നാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. മറ്റേതിൻ്റെ അകത്ത് നമുക്ക് ആർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ്. എന്തായാലും ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സൗണ്ട് സ്റ്റേജിങ് ഓപ്ഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത്തരം ഒരു ഓഡിയോ ഫയലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഇനി അടുത്ത ഫീച്ചർ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ ടെയിൽ ഗേറ്റ് തന്നെ തുറന്നു വരും. ഇനി ബട്ടൺ ഞെക്കിയില്ലെങ്കിലും നമ്മൾ താഴെ ബൂട്ടിൻ്റെ താഴെ വന്നിട്ട് കാലൊന്നും ഇങ്ങനെ താഴത്തോട്ട് വരച്ച് കാണിച്ചാൽ മതി, അപ്പോഴും ബൂട്ട് തന്നെ തുറന്നു വരും. മറ്റിൻ്റെ അകത്ത് നമ്മൾ മാനുവലായിട്ട് പൊക്കി തുറക്കണം. പിന്നെ അടുത്തതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ സിറ്റി, ഇക്കോ സ്പോർട്ട് തുടങ്ങിയ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അടുത്തത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ്. അത് നമുക്ക് മറ്റേ വാഹനത്തിൽ അവൈലബിൾ അല്ല. അതിനകത്ത് അധികം വൈകാതെ വരും, കാരണം അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ഈ അടുത്ത് ഫ്രോങ്സിലൊക്കെ എഡാസ് വെച്ച് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് കർവിൽ മാത്രമേ ഉള്ളൂ. ലെവൽ 2 എഡാസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 20 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സൈഡ് സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഈവൻ കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെങ്കിലും സംഭവം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ അവൈലബിൾ ആണ്. ഇതൊന്നും മറ്റേ വാഹനത്തിലില്ല. കോമൺ ആയിട്ടും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോ ഡിമിംഗ് എയർ വേവ്സ്, അതുപോലെ പാനോറാമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ എന്ന് പറയേണ്ട കുറേയൊക്കെ കോമൺ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി കർവിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. അതേ സംഭവം ശരിയാണ്. മാരുതിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, സുസുക്കിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റയ്ക്ക് എഞ്ചിൻ്റെ അഡ്വാൻറ്റേജോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സംഭവം ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ക്രയോജെറ്റ് എന്ന് പറഞ്ഞ പുതിയ 117 bhp പവറും 260 Nm ടോർക്കുള്ള ഡീസൽ എഞ്ചിനാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ആൻഡ് BS 6.2 വന്നിട്ടും ഇതിനകത്ത് നമ്മൾ ആഡ് ബ്ലൂ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഹ്യുണ്ടായുടെ ഒക്കെ 1.5 ഡീസൽ എഞ്ചിൻ ഓർ ഈവൻ ടാറ്റയുടെ തന്നെ നമ്മുടെ റെവോ ടോർക്ക് പഴയ ഡീസൽ എഞ്ചിൻ ആഡ് ബ്ലൂ ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതതില്ല. അതുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. പിന്നെ പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ പുതിയ പെട്രോൾ എഞ്ചിൻ. നമുക്ക് പുതിയ 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. അത് 125 PS അതുപോലെ തന്നെ 225 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടാറ്റയുടെ എഞ്ചിൻ അല്ലേ, അത് എത്ര നല്ലതായിരിക്കും, 3 സിലിണ്ടർ അല്ലേ എന്നൊക്കെ. പക്ഷേ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജിയിലാണ് വരുന്നത്. ഹ്യുണ്ടായുടെ എഞ്ചിൻസ് ഒക്കെ ഈ ടെക്നോളജിയിൽ തന്നെയാണ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബെറ്റർ പവർ ഡെലിവറി ഒക്കെ കിട്ടുന്നത്. ഫോക്സ്വാഗൻ്റെ TSIയും ഈ സെയിം ടെക്നോളജിയാണ്. എന്തായാലും ടാറ്റയിൽ ഇത് ഇത്രയും കാലം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന MPFI എഞ്ചിൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എഞ്ചിൻ അത്ര പവർഫുൾ ആയിട്ട് തോന്നാതിരുന്നത്. ടർബോ ചാർജ്ഡ് ആണ് എങ്കിൽ പോലും.
എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ എഞ്ചിനോട് കൂടി തീരുമാനമാവേണ്ടതാണ്. 3 സിലിണ്ടർ ആയതുകൊണ്ട് ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും K15Cയേക്കാൾ ഇത് ഉറപ്പായിട്ടും ബെറ്റർ ആണ്. K15C 4 സിലിണ്ടർ ആയതുകൊണ്ട് വളരെ സ്മൂത്ത് എഞ്ചിനാണ്. പക്ഷേ അതൊരു മൈലേജ് ഫോക്കസ് ചെയ്ത് പെർഫോമൻസ് മൊത്തം ഭയങ്കര ഡള്ളാക്കി കളഞ്ഞു. അതിൻ്റെ ഈവൻ നമ്മുടെ ഹ്യുണ്ടായുടെ 1.5 NA പെട്രോൾ K15Cയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ വളരെ കുറവ് ബൂട്ട് സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ വണ്ടിയിൽ 500 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയിൽ 373 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നിങ്ങൾ ഹൈബ്രിഡ് അല്ലാത്ത വേർഷൻ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത്. ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ താഴത്ത് നമ്മുടെ ബൂട്ടിൻ്റെ താഴത്താണല്ലോ ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് 265 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആണെന്ന് പറയും ഹൈബ്രിഡ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത്രയും കാലം ടാറ്റയുടെ ഫേവറിൽ അധികം പോകാത്തൊരു സംഭവമായിരുന്നു ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്. പക്ഷേ ഇപ്രാവശ്യം അവർ ഏത് എഞ്ചിൻ എടുത്താലും എല്ലാത്തിൻ്റെ കൂടെയും ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മറ്റേ വാഹനങ്ങളിലുള്ള ഈ CVT അല്ലെങ്കിൽ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ഷിഫ്റ്റിംഗ് ആയിരിക്കും. മറ്റതിലുള്ള ടോക്ക് കൺവെർട്ടർ ഭയങ്കര സ്ലോ ആണ്, പ്രത്യേകിച്ച് എഞ്ചിൻ സ്ലോ ആണ്. അതിൻ്റെ കൂടെ സ്ലോ ടോക്ക് കൺവെർട്ടറും കൂടെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് പക്ഷേ എന്തായാലും ഡ്യുവൽ ക്ലച്ച് ആയതുകൊണ്ട് കുറച്ചുകൊണ്ട് ബെറ്റർ ആയിരിക്കും അതിനേക്കാൾ. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് സേഫ്റ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം. പക്ഷേ ഇത് ശരിക്കും പറയേണ്ട കാര്യമില്ല. കാരണം ഗ്രാൻഡ് വിറ്റാര അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു വാഹനമാണ്. സംഭവം ഗ്ലോബൽ C പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമ്മുടെ ബ്രസയുടെ അതേ പ്ലാറ്റ്ഫോമാണ്. ബ്രസയ്ക്ക് ഇതിന് മുന്നേ പണ്ട് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈവൻ ഇൻ്റർനാഷണലി ഗ്ലോബൽ C പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സേഫാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 or 5 സ്റ്റാർസ് എങ്കിലും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കിട്ടുമായിരിക്കും. പിന്നെ എന്തായാലും ടാറ്റയുടെ ഒരു മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള USP സേഫ്റ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തായാലും 6 എയർ ബാഗ്സ്, ESP, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ സാധനങ്ങളെല്ലാം ബേസ് മോഡൽ പോലെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് വരുന്ന പ്രൈസിൻ്റെ കാര്യത്തിലാണ്. നമുക്കിപ്പം ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 1 lakhോളം കുറവാണ് ബേസ് മോഡലിൻ്റെ. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റതിൻ്റെ പ്രൈസ് 11 lakhs ആണ്. ആ 11 lakhsൽ കിട്ടുന്ന വേരിയൻറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെയും പ്യുവർ പ്ലസ്സിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. മറ്റേൻ്റെ അകത്ത് ഇതിൻ്റെ പ്യുവർ പ്ലസ് എടുക്കുമ്പോൾ 7 inches ഇൻഫോടൈം സിസ്റ്റം ആഡ് ആവും. മറ്റേൻ്റെ അകത്ത് ഇൻഫോടൈം സിസ്റ്റം ഇല്ല. പിന്നെ മറ്റേൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ AC പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ കിട്ടും. ഇതിൻ്റെ അകത്ത് ഓട്ടോ AC പ്യുവർ പ്ലസ്സിൽ കിട്ടുമെങ്കിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് പ്യുവർ പ്ലസ്സിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സിന് ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വണ്ടി എടുക്കാം ബേസ് മോഡലിൻ്റെ കേസിൽ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് അത്രയും ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടോപ്പ് എൻഡിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1.2 ലിറ്റർ എഞ്ചിൻ്റെ പ്രൈസുമായിട്ടാണ് നമുക്ക് മറ്റേ 1.5 കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. 1.5 NA. ഇതിൻ്റെ 1.2 തന്നെ നമുക്ക് TGDI വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. TGDI കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ പഴയ MPFI എഞ്ചിൻ വെച്ച് വരുന്ന മോഡൽസിൻ്റെ പ്രൈസുമായിട്ടാണ് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ MPFI എഞ്ചിൻ വെച്ച് വരുന്ന മോഡലാണെങ്കിൽ പോലും ഇവർ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടില്ല, അക്കംപ്ലിഷ് ടെസ്റ്റ് വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തും നമ്മളിപ്പോൾ കമ്പയർ ചെയ്തതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും കൂടുതൽ കിട്ടിക്കോളണം എന്നുമില്ല. എന്തായാലും മറ്റതിൻ്റെ ടോപ്പ് എൻ്റെ ആൽഫ 1.5 NA വരുന്നതിൻ്റെ പ്രൈസ് 15.67 lakhs ആണ്. ഇതിനേക്കാൾ ഓൾമോസ്റ്റ് 1 lakh കൂടുതലാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് അക്കംപ്ലിഷ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ളൊരു വേരിയൻറ്റ് തന്നെയാണ്. എന്തായാലും ഇതാണ് ഫീച്ചേഴ്സിൻ്റെ കേസ്. പിന്നെ ഡീസലിൻ്റെ പ്രൈസും 1.2 TGDI ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ ഗ്രാൻഡ് വിറ്റാരയിലോട്ട് ചാടാം. ഇവിടെ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത്യാവശ്യം നല്ല മെച്ചോർ ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻസിൻ്റെ കേസിലും നല്ല വ്യത്യാസമുണ്ട്. ലെങ്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 37 mm ആണ് കർവിനേക്കാൾ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കൂടുതൽ വരുന്നത്. പിന്നെ വിഡ്ത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞാണ് 15 mm ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കുറവാണ്. പക്ഷേ ഹൈറ്റ് 15 mm ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കൂടുതലാണ്. അതുപോലെ വീൽ ബേസിലും 40 mm വ്യത്യാസമുണ്ട്. 2600 mm ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ വീൽ ബേസ് വരുന്നത്. കർവിൻ്റെ ആകെ 2560 mm ഉള്ളൂ. ആ വീൽ ബേസിൽ വരുന്ന ഡിഫറൻസ് ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ വാഹനങ്ങളുടെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കർവിന് കുറവാണ്. അതുകൊണ്ട് ക്യാബിൻ സ്പേസ് ഇത്തിരി മോശമായിട്ട് വന്നേക്കാം. ഇനി ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വലിയ ഡിഫറൻസ് പറയാൻ പറ്റില്ല. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഉള്ളതും കർവിലില്ലാത്തതുമായിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ട് കണ്ടോളൂ. അതിലൊന്ന് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തന്നെയാണ് ഇവർ കുറച്ച് എൻട്രി ലെവൽ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രസ, അതുപോലെ ബലേനോ, ഇതിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ സെൽട്ടോസിലും അതുപോലെ ഈ വണ്ടിയിലും മാത്രമാണ് ആകെപ്പാടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നത്. കർവിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ പേറ്റൻ്റൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നില്ല. പിന്നെ ഒരു ഡിഫറൻസ് ഉള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്രാൻഡ് വിറ്റാരയിൽ കിട്ടുന്നുണ്ട്. മറ്റേ വണ്ടിയിൽ ആകെപ്പാടെ ടിൽറ്റ് മാത്രമേ ഉള്ളൂ. ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് അകത്തേക്കും പുറത്തേക്കും വലിച്ച് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഡിഫറൻസ് ഹെഡ് റെസ്റ്റിൻ്റെ കേസിലാണ്. കർവിൽ നമുക്ക് ബാക്കിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടിയിൽ ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ സുസുക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ബാക്കിയൊക്കെ സെയിം ആണ്. 3 point സീറ്റ് ബെൽറ്റ്സും അതുപോലെ സെൻട്രൽ ആംബ്രസ്റ്റൊക്കെ എല്ലാ വണ്ടികളും കിട്ടുന്നുണ്ട്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ക്യാബിനാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസ് ചെയ്യാനൊന്നും പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കർവായിരിക്കും ഇഷ്ടം. പക്ഷേ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ മറ്റേത് സോഫ്റ്റ് ടച്ച് പോലെ ഇരിക്കുന്ന മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡാഷ്ബോർഡിൽ ഡോർ പാഡ്സിലൊക്കെ 2 വാഹനങ്ങളും സോഫ്റ്റ് ടച്ച് ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രൗൺ ഫിനിഷ് നോക്കുകയാണെങ്കിൽ അത് മൊത്തം നമുക്ക് ലെതർ
ലെതർ ഫിനിഷിലാണ് കിട്ടുന്നത്. അതായത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് നമുക്ക് ഡാഷ്ബോർഡിൽ അവൈലബിൾ ആണ്, മറ്റേ വണ്ടിയിൽ അതില്ല. അതുപോലെ തന്നെ അടുത്ത അഡ്വാൻറ്റേജ് വരുന്ന റിയർ സീറ്റ് സ്പേസിൻ്റെ കാര്യത്തിലാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു വാഹനം എന്ന് നമുക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് വിറ്റാരെ പറയാം. കാരണം ഓൾറെഡി അത്യാവശ്യം നല്ല വീൽ ബേസ് വരുന്നുണ്ട്, പിന്നെ ബൂട്ട് സ്പേസും കുറവാണ്. അപ്പോൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന ക്യാബിൻ സ്പേസിലോട്ടാണ്. പിന്നെ സീറ്റ്സും അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുകൊണ്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ബാക്കിലേക്ക് ഇരുന്ന് പോകാനൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഹെഡ് റൂമിൻ്റെ കേസ് ഇതിൻ്റെയും പാനറോമിക് സൺറൂഫ് ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മോശമായിരിക്കും. കർവിലും ആ ഒരു പ്രശ്നമുണ്ട്. പാനറോമിക് സൺറൂഫ് ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ ഹെഡ് റൂം കുറവായിരിക്കും, പക്ഷേ ലെഗ് സ്പേസ് ഈ വണ്ടിയിൽ അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും അത് നമ്മുടെ മാരുതി സുസുക്കി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സർവീസ്. നമ്മളിപ്പോൾ ടാറ്റയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചില സർവീസ് സെൻറ്റേഴ്സ് ചിലപ്പോൾ മോശമായിരിക്കും, ചിലവരുടെ എക്സ്പീരിയൻസ് മോശമായിരിക്കും. പക്ഷേ മാരുതിയുടെ കേസിൽ അങ്ങനെ വരണമെന്നില്ല. നമുക്ക് വണ്ടിക്ക് ഒന്നാമത്തെ കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ വരില്ല. ടാറ്റയുടെ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ തന്നെ ചില സർവീസ് സെൻറ്റേഴ്സിന് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ട്. അപ്പോഴാണ് ഈ സർവീസ് എക്സ്പീരിയൻസ് നമ്മുടെ മോശമാകുന്നത്. അവർ റെക്ടിഫൈ ചെയ്ത് മര്യാദയ്ക്കാക്കി തരികയാണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ പോകാൻ പോകുന്ന സർവീസ് സെൻറ്ററിനെ പറ്റിയുള്ള ഒരു അഭിപ്രായമൊക്കെ ഓൾറെഡി എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ അത്രയും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ ഇനി അടുത്ത അഡ്വാൻറ്റേജ് വരുന്ന ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. ടൊയോട്ടയുടെ 1.5 ലിറ്റർ TNGA സീരീസിന് അണ്ടറിൽ വരുന്ന ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പവർ ഫിഗേഴ്സ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, 116 bhp ഒക്കെ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആക്സലറേഷൻ ആണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം സ്മൂത്താണ്. നമുക്കങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് വൈബ്രേഷനൊന്നും അങ്ങനെ തോന്നുന്നില്ല. അത്യാവശ്യം സൈലൻറ്റും ആണ് വണ്ടി. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്ന ഹൈബ്രിഡ് ആയതുകൊണ്ടുള്ള ഇതിൻ്റെ മൈലേജ് ആണ്. 28 ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്, 27.97 kmpl. റിയൽ ലൈഫിൽ ഇഷ്ടംപോലെ മൈലേജ് കിട്ടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഹൈറൈഡറിൻ്റെ ഈ പറയുന്ന ഹൈബ്രിഡ് ഉണ്ട്. അതിന് 25 to 30 വരെ അവർക്ക് ഈസി ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കത് ഓടിക്കുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് ഹൈബ്രിഡ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവമായിട്ട് പറയാം. ഈ സെഗ്മെൻറ്റിലാകപ്പാട് ഇപ്പം ഗ്രാൻഡ് ആയിരിക്കും ഇതിന് മാത്രമേ സംഭവം വരുന്നുള്ളൂ ഹൈ റൈഡറിൽ. ഇനി അടുത്തത് ഓൾ വീൽ ഡ്രൈവ് ആണ്. അത് ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നത് നമ്മുടെ ഗ്രാൻഡ് ആയിരിക്കും ഹൈ റൈഡറിൽ മാത്രമേ ഉള്ളൂ. സെയിൽസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം ആൾക്കാർ ഒന്നും ഓൾ വീൽ ഡ്രൈവ് ഗ്രാൻഡ് ആരെ വാങ്ങിയത് കണ്ടിട്ടില്ല. പക്ഷേ വണ്ടി അത്യാവശ്യം കേപ്പബിൾ ആണ്. നമ്മളിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഈ ഓൾ വീൽ ഡ്രൈവ് ധാരാളമാണ്. അതുകൊണ്ട് അതെന്തായാലും ഈ ഒരു സംഭവം ഗ്രാൻഡ് ആയിരിക്കും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ആർക്കും വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും മാരുതി സുസുക്കി അത് കൊടുത്തു. ഈവൻ പണ്ടത്തെ വലിയൊരു ലെഗസിയുള്ള സഫാരിക്ക് പോലും ടാറ്റ ഇപ്പം പുതിയ ജനറേഷൻ ഇറക്കിയ സമയത്ത് ഓൾ വീൽ ഡ്രൈവോ 4 വീൽ ഡ്രൈവോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് CNG ആണ്. നമുക്ക് ഗ്രാൻഡ് ടാരിൽ CNGയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡെൽറ്റ, സീറ്റ തുടങ്ങിയ 2 വേരിയൻസിലാണ് അവർ CNG കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കണം, റണ്ണിങ് കോസ്റ്റ് ഒക്കെ മാക്സിമം താഴെ ഇരിക്കണം എന്നൊക്കെയുണ്ട്. ഹൈബ്രിഡിൻ്റെ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ CNG വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത് നമുക്ക് കർവിൽ അവൈലബിൾ അല്ല. ഇനി അടുത്തത് പ്രൈസിംഗ് ആണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് അത്യാവശ്യം നല്ലതാണ്. നമുക്കിപ്പോൾ ബേസ് മോഡലിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസിന് 11 lakhs ആണ് വരുന്നത്. അതുപോലെ 1.5 NA എടുക്കുകയാണെങ്കിൽ അത് 15.67 അവസാനിക്കും. പെട്രോൾ മാനുവൽ. ഓട്ടോമാറ്റിക് 17.07 വരെ പോകുന്നുണ്ട്. ഹൈബ്രിഡ് ആണെങ്കിൽ 20.09 വരെയാണ് പോകുന്നത്. ഏകദേശം നമ്മുടെ ഒരു ക്രെറ്റയുടെയൊക്കെ ലീഗിലേക്ക് വന്നു, അതിൻ്റെയൊക്കെ ടർബോ പെട്രോൾസിൻ്റെ റേഞ്ചിലേക്ക് ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ പ്രൈസ്. കർവിന് എന്തായാലും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വേരിയൻസ് ഒന്നുമില്ല. 19 lakhs വരെയാണ് അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് എന്ന് പറയാം. പക്ഷേ നമുക്ക് CNG ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൈസ് ഒക്കെ ഇവിടെ കാണാം. ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഓൾമോസ്റ്റ് ഈ സെഗ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ കർവ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റെസ്പെക്റ്റീവ് വേരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടാറ്റ കർവും അതുപോലെ തന്നെ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.